പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസന്റെ സഹായി അറസ്റ്റിൽ. പോക്സോ കേസിലാണ് സഹായിയായ ജോഷി അറസ്റ്റിലായത്. അതേസമയം മോൺസന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് തിമിംഗലത്തിന്റെ അസ്ഥി കണ്ടെത്തി. ഈ വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന 2 വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ഏതോ ജീവിയുടെ അസ്ഥിയോ പോലുള്ള വസ്തുക്കളായി കാണുന്നു. ഇത്ര വലിയ സാധനമായതുകൊണ്ട് തിമിംഗലത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കും, അസ്ഥിയോ പല്ലിന്റെയോ മറ്റു ഭാഗങ്ങളായിരിക്കാം എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് കൊടനാട് റേഞ്ചിലേക്ക് കൈമാറിയിട്ട് തുടർന്ന് പരിശോധനക്കായി ലാബിലേക്ക് അയക്കുന്നു. അല്ല, ഒരു ജീവിയുടെയും വന്യജീവിയുടെ ഒരു ഭാഗങ്ങളും നമ്മൾ കസ്റ്റഡിയിൽ കൈവശം വെക്കുകയോ വിൽപ്പന നടത്തുകയോ പാടില്ല. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. സനോജ്, കേസ് ഏത് ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്? ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മോൺസന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്ന തിമിംഗലത്തിന്റെ അസ്ഥി കൂടിയല്ലേ? തീർച്ചയായിട്ടും അപർണ, ഇന്നത്തെ ദിവസം എന്ന് പറയപ്പെടുന്നത് മോൺസൺ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഒരു നിർണായകമായ ദിവസമാണ്. ഇന്ന് ഈ കേസിൽ 3 ഡെവലപ്മെന്റ്സ് ആണ് സംഭവിച്ചിട്ടുള്ളത്. മോൺസന്റെ ഒരു വാടക വീട്ടിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് ഒരു ജീവിയുടെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ അസ്ഥി കഷ്ണങ്ങളിൽ പ്രാഥമിക പരിശോധനയിൽ ഇത് തിമിംഗലത്തിൻ്റെതാവാമെന്ന ഒരു വിലയിരുത്തലിലാണ് വനം വകുപ്പുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനയ്ക്കായി ലാബിലേക്ക് ഈ അസ്ഥി കഷ്ണങ്ങൾ അയക്കുകയാണ്. ഇത്തരത്തിൽ പരിശോധനയുടെ റിസൾട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ വന്യജീവി നിയമപ്രകാരം മോൺസനെതിരെ മറ്റൊരു കേസ് ചുമത്തുവാനുള്ള സാധ്യതയും കൂടി നിലനിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള പരിശോധനാ ഫലം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് പോക്സോ കേസ് പ്രകാരം മോൺസന്റെ സഹായിയായിട്ടുള്ള ജോഷിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുവാൻ ജോഷിയോട് നിർദ്ദേശിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജോഷി രാവിലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കളമശ്ശേരിയിലുള്ള ആസ്ഥാനത്ത് എത്തിയിരുന്നു. അവിടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജോഷിയുടെ അറസ്റ്റ് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തിയത്. മുൻപ് പോക്സോ പരാതിക്കാരിയും മോൺസൺ മാവുങ്കലിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ മൊഴിയിൽ ജോഷിയുടെ കാര്യവും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജോഷിയെ ഇന്ന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് മോൺസന്റെ സഹായിയായിട്ടുള്ള ജിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. ഇവിടെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ മൊഴിയിൽ ജിഷ്ണു പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് മോൺസൺ മാവുങ്കലിൻ്റെ കാക്കനാട്ടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം അതീവ രഹസ്യമായ ക്യാമറകൾ, ഒളി ക്യാമറകൾ, പ്രത്യേക നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലമുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ദൃശ്യങ്ങൾക്കൊപ്പം ശബ്ദവും റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ക്യാമറയായിരുന്നു. ഇത് അതീവ രഹസ്യമായിട്ടായിരുന്നു മോൺസൺ മാവുങ്കൽ ഈ ഗസ്റ്റ് ഹൗസിൽ സ്ഥാപിച്ചിരുന്നത്. ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാലും മോൺസന് അതാത് സമയത്ത് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന തരത്തിലാണ് ഇത് സ്ഥാപിച്ചിരുന്നത്. മാത്രമല്ല ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ സൂക്ഷിച്ച പെൻഡ്രൈവ് മോൺസന്റെ നിർദ്ദേശപ്രകാരം താൻ നശിപ്പിച്ചതായും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ജിഷ്ണു മൊഴി നൽകിയിട്ടുണ്ട്. കാരണം നിർണായകമായ തെളിവായിരുന്നു ഇതെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട തെളിവ് ഇനി വീണ്ടെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ അതിനിർണായകമായ 3 കാര്യങ്ങളാണ് ഇന്ന് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപർണ. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.